ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫങ്ഷൻസ്? ഗീവ് റീസൺ. ഇഫ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഡിറ്റർമിൻ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 1 5 1 8 1 എക്സിട്ര. ഇവിടെ നമുക്ക് സെറ്റ് തന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോ ഡയഗ്രാം വരച്ച് നോക്കാം. അതേ പറ്റുള്ളൂ നമുക്ക്, അല്ലേ? സെറ്റ് എ സെറ്റ് ബി എന്നൊന്നും നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഡ്രോ ദ ആരോ ഡയഗ്രാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യത്തത് 2 1 അല്ലേ? 2,1 എന്ന് പറഞ്ഞാൽ 2 ഈസ് റിലേറ്റഡ് ടു 1 എന്നല്ല അതിൻ്റെ അർത്ഥം. 5 1 means 5 is related to 1. 8 1, yes, എല്ലാം 1നോടാണ് അല്ലേ? 8 is related to 1. പിന്നെ 11 1, 11 is related to 1. 14 1, 14 is related to 1. 17 1, 17 is related to 1. ഇവിടെ ബാക്കി എക്സ്ട്രാ എത്രയെങ്കിലും എന്തുകൊണ്ടോയെന്ന് നമുക്കറിയില്ല. എനിവേ നമുക്ക് തന്നിരിക്കുന്ന ഓർഡേഡ് പെയർ പ്രകാരം ആരോസ് വരയ്ക്കാം. അതേ നമുക്ക് പറ്റുള്ളൂ. ഇത് ഫങ്ഷനാണോ? വേറെ എലമെൻസിനെ പറ്റിയൊന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് വേറെ എലമെൻ്റ് ഇല്ലയെന്ന് വിചാരിക്കാം. ഇത് ഫങ്ഷനാണല്ലോ. എക്കകത്തുള്ള ഓരോ എലമെൻറ്റിനും സിംഗിൾ ഇമേജ്. 2ന് എത്ര ഇമേജ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ, 1 ആണത്. 2ൽ നിന്ന് വേറൊരു എലമെൻറ്റിലോട്ട് ആരോ പോകുന്നുണ്ടെങ്കിൽ 2ന് 2 ഇമേജ് ആവും. ഇങ്ങനെയായിരുന്നെങ്കിൽ 2ൻ്റെ ഇമേജസ് 1ഉം 3 ആണെന്ന് പറയാം. അങ്ങനെ ഇല്ലല്ലോ. 2ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ, അത് 1. 5ന് ഒരേ ഒരു ഇമേജ്, എക്സിട്ര. എക്കകത്തുള്ള ഓരോ എലമെൻറ്റിനും ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 ഈസ് എ ഫങ്ഷൻ. ക്ലിയർ ആയല്ലോ? 1 ഈസ് എ ഫങ്ഷൻ. ഇവിടെ എഴുതട്ടെ. 1 ഈസ് എ ഫങ്ഷൻ. ഡൊമൈൻ റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ആരോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെറ്റ്. അതല്ലെങ്കിൽ ആ ഓർഡേഡ് പെയർ കാണുന്നുണ്ടോ? ആ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെൻറ്റ് എഴുതാം. 2 5 8 11 14 17. ആ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെൻറ്റ് സെറ്റായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഡൊമൈൻ. ശരിയല്ലേ? 2 5 8 11 14 17. റേഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെൻറ്റ് ഓഫ് ദ ഓർഡേഡ് പെയർ 1 1 1. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 1 എഴുതേണ്ട ആവശ്യമില്ല. ഓർഡേഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് 1 ആണ്. വേറൊന്നുമില്ലല്ലോ. നമുക്കിനി സെക്കൻഡ് 1 നോക്കാം. ഫങ്ഷനാണോ അത്? 2 1 4 2 6 3 8 4 10 5 12 6 14 7. ഫങ്ഷനാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്കത് വരച്ച് നോക്കാം അല്ലേ? 2 1 4 2 6 3 8 4 10 5 12. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? നമുക്കിവിടെ സെറ്റ് എ സെറ്റ് ബി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വരച്ച് ആരോ ഡയഗ്രം വരച്ചിട്ട് ചെയ്യാം. ഇത് എ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ബി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 2 1 അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 1. 2ൽ നിന്ന് 1ലോട്ട് ആരോ പോകണം. അടുത്ത് 4 2 ആണ്. 4ൽ നിന്ന് 2ലോട്ട് ആരോ പോകണം. 6 3 ആണ്. 6ൽ നിന്ന് 3ലോട്ട് ആരോ. 8 4, 8ൽ നിന്ന് 4ലോട്ട് ആരോ. 10 5, 10ൽ നിന്ന് 5ലോട്ട് ആരോ. പിന്നെ 12 6, 12ൽ നിന്ന് 6ലോട്ട് ആരോ. 14 7, 14ൽ നിന്ന് 7ലോട്ട് ആരോ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഫങ്ഷനാണെന്ന്. എക്കകത്തുള്ള എല്ലാ എലമെൻസിനും സിംഗിൾ ഇമേജ് ഉണ്ട്. 2ന് ഒരു ഇമേജ്, 4ന് ഒരു ഇമേജ്, എക്സിട്ര. അപ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷൻ. 2 ഈസ് എ ഫങ്ഷൻ. ഡൊമൈൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ്സ് ഈ ആരോ ഡയഗ്രം നോക്കി എഴുതിയാലും കുഴപ്പമില്ല. ഈ ആരോസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെറ്റ്. ഇപ്പോൾ 2 4 6 8 10 12 14. റേഞ്ച്
റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരോസ് എവിടെയാണ് അവസാനിക്കുന്നത് അത്, അല്ലെങ്കിൽ ഓർഡേഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ്. ആരോസ് അവസാനിക്കുന്നത് 1 2 3 4 5 6 7. 1 2 3 4 5 6 7 ഇതാണ് റേഞ്ച്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 3 1 5 2 5 അത് ഫങ്ഷനാണോ? വരച്ച് നോക്കാം. എയിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 ആരോ വരയ്ക്കുക. 1 5 എന്ന് പറഞ്ഞാൽ 1 5 ആരോ വരയ്ക്കണം. 2 5 എന്ന് പറഞ്ഞാൽ 2 5 ആരോ വരയ്ക്കണം അല്ലേ. 1 3 1 3 1 5 1 5 2 5 2 5. ഇത് ഫങ്ഷനല്ല, കാരണം 1 2 ഇമേജസ് ഉണ്ട്, 3 5. ശരിയല്ലേ? സോ 3 ഈസ് നോട്ട് എ ഫങ്ഷൻ. നോട്ട് എ ഫങ്ഷൻ. റീസൺ അറിയാലോ. 1 ഹാസ് 2 ഇമേജസ്. ഒരു ഇമേജേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഫങ്ഷൻ ആണെങ്കിൽ മാത്രം ഡൊമൈൻ റേഞ്ച് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ഡൊമൈൻ റേഞ്ച് കാണുന്നില്ല. ഓക്കെ.